നമസ്കാരം. ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരിക്കുന്നവരെ തീരുമാനിക്കുക മാത്രമല്ല, ഈ രാഷ്ട്രത്തിന്റെ ഘടനയെ കൂടി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയായിരിക്കാം മലയാളികൾ ആ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത്? ലോകസഭാ സീറ്റ് ഒരുപക്ഷെ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഏത് കണ്ണുപൊട്ടനോട് ചോദിച്ചാലും, അല്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയാൻ പോകുന്ന ഉത്തർപ്രദേശ് തർക്കമില്ല. 73 സീറ്റിന്റെ പിൻബലത്തിലാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിലേറിയത്. 74 അപ്പനാദൾ ഉൾപ്പെടെ. ഓക്കെ, ഇനി വരാൻ പോകുന്ന 74 മറ്റേ 73 ഇനി 74 എന്തിനാണ് 80 കൂടായിരുന്നു. പത്മകുമാർ ചില സമയത്ത് ഒരു എളിമയും കാണിക്കും. എന്താ കാരണം വെച്ചാൽ ഒരു 6 സീറ്റ് വേണമെന്ന് വെച്ചു. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഇപ്പോൾ അവിടെ നടക്കുന്നത്, ഇപ്പോൾ ശരത് പ്രസാദിന്റെ തുറുപ്പ് ചീട്ടായിട്ടുള്ള ഇറക്കിയിട്ടുള്ള ശ്രീ പ്രിയങ്ക ഗാന്ധി ക്യാമ്പയിൻ മുഴുവൻ ഒരുപക്ഷെ BJP ഏതര അല്ലെങ്കിൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഭിന്നിപ്പിലേക്ക് വഴിവെച്ചേക്കുന്ന ഒരു ആശങ്കയാണ്. ഈ കഴിഞ്ഞിടത്ത് ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള സർവേകളിലൊക്കെ ഗംഗാബന്ധൻ ഉൾപ്പെടെ. അതെ. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത്, കോൺഗ്രസ് സംഘടനാപരമായിട്ട് സംസ്ഥാനങ്ങളിൽ ശോഷിച്ചു. മുമ്പൊക്കെ സംസ്ഥാനങ്ങളിൽ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പം കാമരാജ് പോലെ, തമിഴ്നാട്ടിലെ കാമരാജ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അതികായനായ നേതാവായിരുന്നു. അങ്ങനത്തെയുള്ള നേതാക്കന്മാരെ മുഴുക്കുകയും കാലാകാലങ്ങളിലായിട്ട് കോൺഗ്രസ് വെട്ടിനിർത്തിയപ്പോൾ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ശോഷിക്കുകയും, കേരളം മാത്രമാണ് 67 ശേഷം കേരളം മാത്രമാണ് കോൺഗ്രസ് പച്ചപിടിച്ച് നിൽക്കുന്ന സ്ഥലം. സംഘടനാപരമായി ഈ സംഘടനാപരമായി ശോഷിപ്പാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ UP, ഇപ്പൊ ബ്രിട്ടാസ് കാണിച്ചു തന്ന UP കോൺഗ്രസ് ക്ഷീണിച്ചു പോയി, ദുർബലമായിരിക്കുന്നു. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കർണാടകയിൽ ഇപ്പോൾ ജനതാദളിന്റെ തോളത്ത് കയറിയാണ് കോൺഗ്രസ് അവിടെ ഭരണത്തിന്റെ പങ്ക് പറ്റുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തെലുങ്ക് ദേശം, അതുപോലുള്ള സംസ്ഥാനങ്ങൾ. എങ്ങനെ കോൺഗ്രസ് ദേശവ്യാപകമായി രാജ്യവ്യാപകമായിട്ട് BJPക്കെതിരെ ഒരു ചേരിയെ തെളിക്കും? സംശയമാണ് ബ്രിട്ടാസ്. അതാണ് പ്രശ്നം. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന പ്രശ്നം. ഇപ്പൊ രാമഭദ്രൻ ചൂണ്ടിക്കാട്ടിയില്ലേ, ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമ്പോൾ അവിടെ സംവരണമില്ലാതാകുന്നു. സ്വകാര്യ മുതലാളി സംവരണം കൊടുക്കില്ല. അപ്പോഴാർക്കാ നഷ്ടം? ഇവിടുത്തെ പാവപ്പെട്ടവന്, ഇവിടുത്തെ ദളിത് വിഭാഗത്തിന്, ഇവിടുത്തെ പിന്നോക്കക്കാർക്ക് അവർക്ക് ജോലി ഇല്ലാതാകുന്നു. ജോലി എവിടെ പോകുന്നു ചോദിച്ചാൽ ജോലി ഇങ്ങനെയാണ് പാതാളത്തിലേക്ക് പോകുന്നത്. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. UPയിലെ സ്ഥിതി എന്താ? അവിടെ SP യും BSP യും കൂടി ഒരു സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് BJPക്കെതിരെ അവരുടെ ഒരു സഖ്യം നിലനിൽക്കുകയാണ് പ്രാദേശിക തലത്തിൽ. പത്മകുമാർ 74 സീറ്റ് അവിടെ നോക്കുന്നത് വെച്ചാൽ എനിക്കൊരു ബലമായ സംശയം, ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇന്ധനം കൊടുക്കുന്നത് പത്മകുമാറിന്റെ പാർട്ടിയോടൊന്നും സംശയം. എന്താ കാരണം വെച്ചാൽ അതിനകത്ത് വില കുറച്ച് കാണരുത്. അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യം തന്നെ. BJP വിരുദ്ധ പാർട്ടികൾ ആരാ? ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന UPയിൽ ഏത് പാർട്ടി ആദ്യം സ്വയം 2 പാർട്ടികളിൽ ഐക്യം ഉണ്ടാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബഗൻജിയുടെ പാർട്ടിയും അഖിലേഷിൻ്റെ പാർട്ടിയും എല്ലാം ചേർന്ന് കോൺഗ്രസുമായി ഒരു വിശാല സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ പല ദേശീയ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആലോചന വരുന്നതിന് മുമ്പേ ഞങ്ങൾ BSP SP ഞങ്ങൾ വേറെ ഐക്യമാക്കി, ഞങ്ങൾ വേറെ ആരെയും കൂട്ടത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഖിലേഷിന്റെ കൂടെ മത്സരിച്ചതല്ലേ? ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അത് സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സ്വയം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ 2 പേരും പങ്കിട്ടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സന്യസിക്കാൻ പോണോ? ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്ന എല്ലാം UPയിൽ ചെയ്യും. ഡൽഹിയില് ആം ആദ്മി പാർട്ടി എത്രയോ തവണ പറഞ്ഞു വരൂ, 7 സീറ്റ് പിന്നെ BJPയുടെ പൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഡൽഹിയിൽ അങ്ങനെ ആം ആദ്മി പാർട്ടിയുമായി നമ്മൾ ഐക്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ
ഞങ്ങളിപ്പോ കർണാടകത്തിൽ എന്തിനേറെ നിങ്ങളുടെ ഡൽഹി PCCയുടെ ഇൻചാർജ് ആയിട്ടുള്ള PC ചാക്കോ നാഴേക്ക് 40 പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നില്ല? കർണാടകത്തിൽ ഭൂരിപക്ഷ MLA-മാർ കൂടുതൽ MLA-മാർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി കൊടുത്തുപോലെ KC വേണുഗോപാലിന്റെ സാമർത്ഥ്യം അല്ലല്ല. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ കളിക്കാൻ പറ്റുമോ? എല്ലാ സ്റ്റേറ്റിലും കളിക്കാൻ പറ്റുമോ? ശരത്തിനെ പ്രകോപിപ്പിക്കട്ടെ. ഇപ്പൊ ഇന്നലെ CPI നേതാവ് രാജയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോൺഗ്രസ് CPI-യുമായും പശ്ചിമ ബംഗാളിൽ ഐക്യം ഉണ്ടാക്കണം. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത്രയും സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും ശക്തമല്ല. എങ്കിലും അന്ന് തമിഴ്നാട്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്യുന്ന എന്താണ്? ആ സംസ്ഥാനത്തെ പാർട്ടികളുമായിട്ട് MGR, ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയ ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വാങ്ങിച്ചിട്ട് അവരെ പരിഗണിച്ച് അവരെ സംസ്ഥാനങ്ങളിൽ പരിപ്പിച്ചു കൊണ്ടുവന്നതിന് മുൻകൈയെടുക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ പശ്ചിമ ബംഗാളിലെ CPM-ന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് വേണമെന്ന് പറയുന്നത് എവിടെ തന്നെയായോ? ഈ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ ഐക്യത്തിന് ഞാൻ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതായത് അല്ലല്ല ശ്രീ പത്മകുമാറെ ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. ഞാന് ശ്രീ ശരത്തെ നമ്മൾ BJP-യെയും CPM-നെയും ഒരുപോലെ കാണണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് ആ യോജിപ്പില്ല. CPM-നെയും BJP-യെയും ഒരുപോലെ ശത്രുക്കളായി കണ്ടുകൊണ്ട് നമുക്കൊരു കാരണവശാലും ഇന്ത്യ പിടിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ പിടിക്കാൻ BJP-യും കോൺഗ്രസിനെയും ഒരുപോലെ ശത്രു നമ്മൾ മിത്രമായി BJP ശത്രുവായി കണ്ടുകൊണ്ട് BJP ശത്രുവായിട്ട് കാണും. ഞാൻ ചോദിക്കട്ടെ, ശ്രീ PC ചാക്കോ മുൻകൈ എടുത്ത് ഡൽഹിയില് നമ്മുടെ പരിമിതി നമുക്കറിയാമല്ലോ. അപ്പൊ കിട്ടുന്ന കൊണ്ട് പണ്ട് ആന പുറത്ത് കയറിയും പഴയ ചരിത്രവും തേങ്ങാക്കൊലയൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ടല്ലോ കാര്യമുണ്ട്. അത് പശ്ചിമ ബംഗാൾ CPM-നും ബാധകമാണ്. ഓരോ പാർട്ടിക്കും ഓരോ സ്ഥലത്തും ബാധകമാണ്. എന്നെ ആക്രമിക്കാതെ രാമഭദ്രൻ പറഞ്ഞു കോൺഗ്രസിനോട് ഞങ്ങൾക്ക് ആർക്കും ശത്രുതയില്ലാന്ന്. ശരിയാണ്, കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസ് ആണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഓരോ ദിവസം വരുന്ന വാർത്ത ഏതാ? KV തോമസ് എന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ 2 കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒന്ന്, അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഞാൻ നല്ല വ്യക്തിശുദ്ധിയുള്ള ആളും ഞാൻ നല്ല കുടുംബജീവിതം നയിക്കുന്ന ആളെന്നാണ്. അതിന്റെ അർത്ഥം കുറെ പേര് ഈ വന്ന പട്ടികയിൽപ്പെട്ടവർ നയിക്കുന്നില്ല എന്ന് ഉള്ള കാര്യമാണ്. അതെന്താണെന്ന് ഞാനും ഈ മനസ്സിലായി. നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം ഈ പട്ടികയിലുള്ളത് ആരാണ്. പഴയ സരിത പ്രശ്നം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഇലക്ഷൻ സമയത്ത് ആരെങ്കിലും വ്യക്തിപരമായി ആക്രമിക്കുന്നത് ശരിയല്ല. എന്റെ അമ്മ, ഇത്രയും വലിയൊരു പുണ്യാളെ ഞാൻ ആദ്യമായിട്ട് കാണും. ശ്രീ PC ജോർജിനും മാനസാന്തരം വന്നിരിക്കുന്നു. മാനസാന്തരം ഞാൻ വളരെ മാന്യനാണ്. ഇത് നോമ്പുകാല ക്രിസ്ത്യാനികളുടെ നോമ്പെടുക്കുന്നുണ്ടോ? അതൊന്നും പറ്റില്ല. അതെ അതെ ഓക്കെ പറയില്ല. ഇറച്ചി പിന്നെ കഴിക്കാതിരിക്കും. കോൺഗ്രസ് എപ്പോഴും. പക്ഷെ ഈ വിശക്കുമ്പോ PC ജോർജ് ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ അങ്ങോട്ട് അയച്ചിട്ട് കാസർഗോഡൊക്കെ അയച്ചിട്ട് അയാൾക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല ഈ DCC-ക്കാര്. ഒന്നും വേണ്ടുന്നില്ല. ഓക്കെ, കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഒരു ആന്റി ഫാസിസ്റ്റ് അല്ലെ ആന്റി BJP ലൈൻ തന്നെയാണ്. പക്ഷേ ആ ആന്റി BJP ലൈൻ അവർ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോഴും മാന്യമായിട്ട് അവർക്ക് 20 സീറ്റ്, എന്റെ ഓർമ്മയിൽ അവർക്ക് 20 സീറ്റ് വീതിച്ചെടുക്കാൻ എപ്പോഴും പറ്റിയിട്ടില്ല. അതിനകത്തെ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പാടി എന്നുവെച്ചാൽ നമ്മുടെ ശത്രുവാണ് അപ്പുറത്തുള്ളവരെന്ന് പറയുമെങ്കിലും അവരൊരിക്കലും ചെയ്യാറില്ല. ഡൽഹിയില് ഷീലാ ദീക്ഷിത്തിന്റെ പ്രഷറിൽ താന്നു പോയതാണ് ഇവർ ആദ്യത്തെ ഘട്ടത്തിൽ. ഹരിയാനയിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് ആം ആദ്മിയുമായിട്ട് അലയൻസ് വരാൻ പറ്റുന്നില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇവർക്ക് ഹരിയാനയിലുണ്ടെന്നേ, പഞ്ചാബിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഉത്തർപ്രദേശാണ് ഇവരെ സംബന്ധിച്ച്. ഇപ്പം ഉണ്ണിത്താൻ സാറ് കാസർഗോഡ് ഉണ്ണിത്താൻ സാറുമായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹം ഒരു സീറ്റ് അർഹിക്കുന്ന ആളാണ്. കോൺഗ്രസിന് വേണ്ടി ഒരു ചാവേറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അത് അംഗീകരിക്കുന്നതാണ്. ജൂൺ. പക്ഷേ എന്തുകൊണ്ടാണ് കാസർഗോഡ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. കാര്യം അല്ലെങ്കിൽ ചിലപ്പം നാളെ BJP-യിലായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാര്. കാര്യം കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവും ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വവും യഥാർത്ഥത്തിൽ
ഇവർ BJP പോകാതിരിക്കാൻ കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെയല്ലേ സീറ്റ് കൊടുക്കേണ്ടത്? ഉണ്ണിത്താനും കാസർഗോഡ് തമ്മിൽ എന്നാ ബന്ധം? ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് കുറച്ചുകൂടെ അറിയാവുന്നതുകൊണ്ട് പറയാം. യഥാർത്ഥത്തിൽ ഉണ്ണിത്താനും സീറ്റ് കൊടുത്ത് ഞാൻ പറയാം. അതിന് ചരിത്രം പറയാം. അത് PC ജോർജിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. അതായത് എയും ഐയും കൂടി വീതിച്ചു വെച്ചപ്പോൾ PCC അധ്യക്ഷന് സീറ്റില്ലാതെ വന്നു. അപ്പം മുല്ലപ്പള്ളി നോക്കുമ്പോൾ PCC അധ്യക്ഷനായി നടത്തുന്ന കാര്യം എനിക്കൊരു സീറ്റ് വേണം. അങ്ങനെ PCC അധ്യക്ഷന്റെ കോട്ടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. നിങ്ങളുടെ ഈ ചാനൽ അടക്കം ഉണ്ണിത്താൻ പാർട്ടിക്ക് വേണ്ടി നെഞ്ചു പൊട്ടി തൊണ്ട പൊട്ടി സംസാരിക്കുന്ന ഉണ്ണിത്താന്റെ ഒരു സേവനങ്ങളെയും ഉണ്ണിത്താന്റെ സ്ഥാനം മോശമായിട്ടില്ല പറഞ്ഞേ. ഉണ്ണിത്താൻ BJP പോകാതിരിക്കാൻ വേണ്ടി ഞാൻ BJP പോകുന്നത് ഞാൻ പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരാളുടെ കാരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള അധ്വാനവും അദ്ദേഹം അതൊക്കെ ശരി. അങ്ങനെ എത്ര പേർ അദ്ദേഹം ചാനലിൽ വന്ന് ഒരു സത്യം, ഉണ്ണിത്താൻ ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയായി യോഗ്യനാണ്. അതില്ല എന്ന് പറയുന്നത് മഠയത്തരമാണ് എന്ന് വർത്താനം പറയുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ലാസ്റ്റ് ഓവറിന്റെ ബുദ്ധിമുട്ടുണ്ടായി. അവസാനം KPC പ്രസിഡന്റിനെ നേരിട്ട് ഇടപെട്ടാണ് KPCC പ്രസിഡന്റ് ഉണ്ണിത്താന് വേണ്ടി രംഗത്തിറങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല. തലതിരിഞ്ഞാ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഉണ്ണിത്താൻ ഇതിനകത്ത് അർഹതയില്ലെന്ന് ഞാൻ ഒരു പോയിന്റിലും പറഞ്ഞു. പക്ഷേ അത് ഒരു ബന്ധവുമില്ലാത്ത ഇവരുടെ കൂട്ടത്തിൽ ശക്തമായി വക്താക്കളൊക്കെ ശക്തമായി നിന്ന വടക്കനിപ്പോ എവിടാ? KV തോമസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് സ്ഥാനം കിട്ടിയാൽ മാത്രമേ. ഇവർ ഈ CPM-ന്റെ ഒരു പൊതുവിൽ ഇപ്പൊ കേരളത്തിലുള്ളപ്പോൾ ഞങ്ങളെല്ലാം ഇരുമ്പ് മറയ്ക്കകത്താണ്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആളുകളാണ്. ഒരു വിശദീകരിക്കാൻ സമയത്താണ്. ഒന്ന്, ഇപ്പൊ ത്രിപുരയില് പണ്ട് CPM-ന്റെ MLA-മാരായിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എവിടെ നിൽക്കുന്നു നോക്കണം. രണ്ട്, ഞാൻ പറയാം, പശ്ചിമ ബംഗാൾ മർമു, കഗൽ മർമു MLA. നിങ്ങളെ മുൻ MLA-മാർ ഞങ്ങൾ പശ്ചിമ ബംഗാളില് കഗൽ മർമു എന്ന് പറയുന്ന MLA BJP ചേർന്നു. ഇവരുടെ പാർട്ടി അല്ല, ഇവിടുത്തെ കൊടിയെ ശരി കഗൽ മർമു മുർമു ഇവിടുത്തെ കൊടിയേരി ഒരു വലിയ കൊടിയേരിയാണ് മഹാരാഷ്ട്ര CPM സെക്രട്ടറി ആണല്ലോ. മഹാരാഷ്ട്ര CPM സെക്രട്ടറി പറഞ്ഞത് എന്റെ ജീവിത അഭിലാഷം സാക്ഷാത്കരിച്ചത് മോഡിയാണ്. അതുകൊണ്ട് മോഡി ഇനിയും പ്രധാനമന്ത്രി. അതാണ് പാർട്ടി അഭിപ്രായം പറഞ്ഞ പാർട്ടി നടപടിക്ക് വിധേയമാവും. എന്തുകൊണ്ട് CPM കേരളത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മിടുക്കൊണ്ടല്ല. KR ഗൗരി പോയി അനുഭവിച്ചു, MV രാഘവൻ പോയി അനുഭവിച്ചു, ആരെല്ലാം CPM അനുഭവിക്കും. അതുകൊണ്ട് അവിടെ പോകാത്തത്. നമ്മുടെ ചർച്ച ഒന്നും ഒന്ന് പറയാൻ പേടിച്ചാ ഒരു വാചകം ഞാൻ അടിച്ചു കളയില്ല. പത്മകുമാർ ഇന്നേ വരെ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ട് എന്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞാൻ ഏതെങ്കിലും നിർണായകമായ താങ്കളുടെ പ്രഖ്യാപനം ഒരിക്കലും പറയട്ടെ. CPM-ന്റെ ആരും പോവുകയെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇവരുടെ MLA പിടിച്ച് കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി. നിങ്ങൾ മറന്നു പോയത് BJP കേട്ടിട്ട് ഈ ചേട്ടന്മാരെല്ലാം പറയട്ടെ എന്താ ആയിരിക്കും തോന്നുന്നത്? അല്ല, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലത്തെ അവസ്ഥയാണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാ പാർട്ടികളിലും നഷ്ടപ്പെട്ടു പോയോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മൊത്തമാണെങ്കിൽ പോലും നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റുകളും ഓരോരുത്തരുടെ ഒപ്പീനിയൻസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു പ്രശ്നത്തെ പോലെ പാർട്ടികൾക്കുള്ളിൽ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ടാണല്ലോ കൂടുതൽ ഡിഫെക്ഷൻ വരുന്നതും വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതും അവിടെ പോയി ഇതേ പ്രശ്നം അനുഭവപ്പെടുന്നതും എന്നിട്ട് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ പോലുള്ള പുതുതലമുറയിലെ ആൾക്കാർക്ക് എന്താ തോന്നണേ? ചില സമയത്ത് PC ജോർജ് സാറ് പറയുന്ന പോലെ പ്രതീക്ഷകൾ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോവും.
പിന്നെ യുവ നേതാക്കൾ ഇനി വരും ജനപക്ഷത്തേക്ക് ആര് ചാഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ, പിന്നെ പുതിയതായി യുവാക്കൾ വരും എന്നുള്ള പ്രതീക്ഷ കേരളത്തിന്റെ സ്ഥിതിയിൽ തന്നെ ഒരു കുറച്ച് ശതമാനം മനസ്സിലുണ്ടെന്ന് കരുതാം. ഇന്ത്യയിലെ സ്ഥിതിയിൽ നമുക്ക് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇനി ഒരു പക്ഷേ വീണ്ടും ഒരു വർഗീയതയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ജനാധിപത്യം ഉണ്ടാവില്ല, കഴിഞ്ഞ 5 വർഷം മുമ്പ് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നല്ലോ. ആ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ കോൺഗ്രസിന്റെ അഴിമതി കാരണമാണ് അവർ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. അവർ വീണ്ടും എന്ത് അടിസ്ഥാനത്തിലാണ് വീണ്ടും എന്ത് പറഞ്ഞാണ് അവർ വീണ്ടും മത്സരിക്കുന്നത്? അഴിമതിയിൽ തോൽവി പത്മകുമാറിന്റെ ശിഷ്യനാണ്. അഴിമതിയിൽ അധികാരത്തിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത് തിരിച്ചു വരാൻ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് അഴിമതിയായിരുന്നു എന്നുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ഞങ്ങൾ സമ്മതിക്കല്ലേ പത്മകുമാറെ, പിന്നെ എന്തിനാ ഇടപെടുന്നത്? അത് കഴിഞ്ഞു. ഞങ്ങളെ ഇറക്കി അപ്പൊ എന്റെ ചോദ്യം മറുപടി പറയാൻ പറ്റില്ല. ഇവര് വധേരെ ജയിലിൽ കൊണ്ടിട്ട് സേവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയ ശേഷം വന്ന ഗവൺമെന്റ് സുഭദ്രമായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നോട്ട് നിരോധനത്തിന്റെ പേരിലും GSTയുടെ പേരിലും ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പേരിലും ആ വിലക്കയറ്റത്തിന്റെ പേരിലും നിങ്ങൾ പെട്രോൾ ഡീസൽ പാചകവാതത്തിന്റെ വിലയാണ് നിങ്ങൾ ചോദിച്ചത്. ഈ പാചകവാതകത്തിന്റെ പെട്രോൾ ഡീസലിന്റെ വില വർധന പേരിലും നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് വന്ന BJP ഗവൺമെന്റിന് ലോക കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഡോളർ ഏറ്റവും താഴ്ന്നു 75 താഴെ 60 താഴെ ഒക്കെ വന്നിട്ടും ഈ പെട്രോൾ ഡീസലിന്റെ പാചകത്തിന് വില വർദ്ധിപ്പിക്കാൻ കുറയ്ക്കാൻ പറ്റിയോ? പറ്റിയില്ലല്ലോ. ചൗക്കീദാർ പറഞ്ഞില്ല, പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എല്ലാം കൈവിട്ട് കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞെന്താ, ഞാൻ ചൗക്കീദാർ, ചൗക്കീദാർ, ഇപ്പൊ മേ ഫീ എന്നായി. അതെ, മറ്റേ നേരത്തെ ഉപയോഗിക്കുമ്പോ മറ്റേ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ചൗക്കീദാർ ചോർ ഹേ എന്ന് ഞങ്ങൾ പറഞ്ഞത്. അതിനെ മറികടക്കാൻ പാർട്ടി അണികൾക്കെല്ലാം കൊടുത്തിരിക്കുന്നതെല്ലാം സോഷ്യൽ മീഡിയ ജാമ്യം എടുത്തിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ആരാണ് നാഷണൽ ഹെറാൾഡിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു ജഡ്ജി വിധി പറയുമോ? പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായ്ക്കുമെതിരെ കേസെടുത്ത് എന്ന് പറഞ്ഞ ആളുകളുടെ സ്ഥിതി എന്തായി? അത് മാത്രമോ CBI അന്വേഷണം നടത്തുമോ? CBI അന്വേഷണം ഇവിടെ എല്ലാവരും വലിയ ചർച്ച വധേര വിളക്കപ്പുറതിയില്ല. ഞാൻ അയാളെ പറ്റി ഒന്ന് പഠിച്ചു. അയാൾ വലിയ കൊള്ളക്കാരനാണെന്നുള്ള പ്രചരണം ലോകം മുഴുവൻ. അതിന്റെ അല്ല, ഇന്ദിരാ കുടുംബത്തിലേക്ക് അയാൾ കടന്നു കയറി പെണ്ണെ സ്നേഹിച്ച് കെട്ടിയെന്നൊക്കെ നേരെ തിരിച്ചാണ് സംഭവം അന്വേഷിച്ചത്. അയാള് ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാരിയായിരുന്നു അയാളുടെ അച്ഛൻ. അത്രയും വലിയ സമ്പന്നനാണ് അയാളല്ലാതെ അങ്ങനെ തെണ്ടിയൊന്നുമല്ല. ഇവിടെ വർത്തമാനം കേട്ട അയാളായിട്ട് തെണ്ടി നടക്കുന്നത് അല്ല. ഇനി എങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ മോശം പറയണ്ട. പത്മകുമാറാണ് പറയണേ. എല്ലാവരോടും അല്ല, വധേര എന്റെ ആയുധ ഇടപാട് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പറയേണ്ട കാര്യം അല്ല. ഈ പറഞ്ഞ ഈ അദാനിയെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. സഞ്ജയ് ഭണ്ഡാരി 2008 അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും കോ പാർട്ണറുമായ 1 ലക്ഷം രൂപ വെച്ച് ഒരു മൂലധനത്തിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാമല്ലോ. ഓഫ്സെറ്റ് ഇന്ത്യ. എനിക്ക് ഒരു ചോദ്യം. ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. GSTയുടെ കാര്യം പറഞ്ഞു. ഇത് പോകാതിരിക്കാൻ PC ജോർജ് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട്, അതായത്
റോബർട്ട് വധേരക്കെതിരെ നിരവധി കേസുകൾ ചുമത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉൾപ്പെടെ അദ്ദേഹത്തിന് വിളിച്ച് മാരത്തോൺ ചർച്ചകൾ നടത്തി. ഹരിയാനയിലെ ലാൻഡ് കേസ് ഉൾപ്പെടെ 100 കണക്ക്. 5 വർഷമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിലടയ്ക്കാൻ പറ്റില്ല? അല്ല, ഇന്ത്യയിൽ ഒരു നിയമ പ്രോസസ് ഉണ്ട്. 5 വർഷം ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വന്ന ആളിനെ നമുക്ക് കണ്ട് അപ്പൊ തന്നെ ഷൂട്ട് ചെയ്തു. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ മോഡിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ പറഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥൻ പിണറായിക്കെതിരെ പറഞ്ഞ ആളുകളൊക്കെ ലീവ് കൊടുത്തിട്ട് പ്രൊസീജിയർ അത് കാണാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് പ്രൊസീജിയർ വെച്ചാൽ നിങ്ങൾ നോട്ട് നിരോധിച്ചത്? റിസർവ് ബാങ്ക് ഗവർണർ ടിവിയിൽ ഫ്ലാഷ്, റിസർവ് ബാങ്ക് ഗവർണർ ടിവിയിൽ ഫ്ലാഷ് അരുൺ ജെയ്റ്റ്ലി അറിഞ്ഞില്ല. ഒറ്റ കാര്യം എന്റെ ചോദ്യത്തിലേ ഉള്ളൂ. നിങ്ങളുടെ 5 വർഷത്തെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരമാണ് നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനത്തിന്റെ മേന്മ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ കയറി ചില പത്മകുമാറിനോ BJP-ക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നമുണ്ട്. നിങ്ങളത് പറ. 127 കോടി രൂപയാണ് ആന്ധ്രയിൽ എൻഫോഴ്സ്മെന്റ് കൊണ്ടുപോയത്. 127 കോടി രൂപ എന്താണ് ഞാൻ പത്മകുമാറിനോട് യോജിക്കാവുന്ന എല്ലാ മേഖലയും യോജിക്കാൻ ആഗ്രഹിക്കുന്നു. പത്മകുമാർ ഇന്നേ വരെ ഞാനൊരു പരിപാടി അവതരിപ്പിക്കും. ഇന്നേ വരെ ഒരു പക്ഷേ ഞാൻ തെറ്റെന്ന് പറയാൻ വസ്തുതാപരമായി തെറ്റായിട്ട് പറയുന്നു. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 127 crore എന്ന് പറയുമ്പോൾ ഡബിൾ അക്കൗണ്ടിങ്ങിൽ പറ്റിയതാണ്. ഒരു സെക്കൻഡ്, എനിക്കറിയാവുന്ന കേസായോണ്ടല്ലേ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല. ഒരു സെക്കൻഡ്, ഞാൻ ഉദാഹരണം തിരിച്ച് പത്മകുമാറിനോട് തിരിച്ച് ചോദിക്കുകയായിരുന്നു. നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ അമിത്ഷാ ഭാഗമാക്കായിട്ടുള്ള സൊസൈറ്റിയിൽ എത്ര ആയിരക്കണക്കിന് കോടി രൂപ വന്നു ഞാൻ ചോദിച്ചാൽ അത് വേണ്ട പത്മകുമാർ എല്ലാ സൊസൈറ്റിയിലും ഒരു സെക്കൻഡ് GST-യുടെ കാര്യം ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സാധാരണക്കാരുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല, ഈ നോട്ട് ഈ നോട്ട് നിരോധനം കൊണ്ടുള്ള ഒരു ഗുണം പറയാം. ബഹളം ഉണ്ടാക്കരുത്. ഒരെണ്ണം പറഞ്ഞു പറയും ഞങ്ങളെല്ലാം കള്ളപ്പണക്കാരുടെയും അതിന്റെ തെളിവാണ് പറഞ്ഞോട്ടെ സാർ. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് റിസർവ് ബാങ്ക് നേരത്തെ നോട്ട് പ്രിന്റ് ചെയ്തിറക്കിയിരുന്നല്ലോ ഗവൺമെന്റ് അറിവോടുകൂടി. ഈ നോട്ട് ആരെ കയ്യിലാണ് എങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യുന്നതെന്ന് ഇന്ത്യ ഗവൺമെന്റിന് അറിയാമായിരുന്നു. റിസർവ് ബാങ്കിന് അറിയാമായിരുന്നു. അല്ലല്ലോ. ഇപ്പൊ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എക്കോണമിയെ ഫോർമൽ എക്കോണമിയാക്കി മാറ്റിയത് തന്നെയാണ്. 3 ലക്ഷത്തോളം കമ്പനികള്, കള്ളക്കമ്പനികള് നമുക്ക് ഇതിന്റെ ഈ നോട്ട് പ്രചരണം നടത്തി കള്ളപ്രചരണം നടത്തി ആളുകൾ ക്യൂ നിന്ന് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി. ഇപ്പൊ 6000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കേരളത്തിൽ 15 ലക്ഷത്തോളം ആളുകൾ ക്യൂ നിന്നു. ഒരാൾ മരിച്ചില്ലല്ലോ. ആരും മരിച്ചില്ലല്ലോ. ഈ നോട്ട് നിരോധനം കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ജനങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടായില്ല. കള്ളനോട്ട് പിടിക്കുന്നത് പ്രചരണത്തിന്റെ ഭാഗമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. 15 ലക്ഷം പേര് ഇന്നലെ 2 ചാനലിൽ പഴയ ഈ 5 വർഷക്കാലത്തെ ഒരു റിവ്യൂ, അതിനകത്ത് നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ
ഒരു പോലീസുകാരൻ വലിയ ഒലക്ക് പോലത്തെ ഓടിച്ച് ഓടിച്ച് ഇതിനകത്ത് കയറ്റുന്ന ആളുകൾ എത്ര പേരാ മരിച്ചത്? വലിയ സംഭവമല്ലേ അത്? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോട്ട് നിരോധിച്ചപ്പോ ജീവിക്കാൻ പൈസ എടുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ സ്ഥലത്ത് 15 ലക്ഷം പേര് കേരളത്തിൽ ഈ നോട്ട് നിരോധനം കഴിഞ്ഞ് ഈ പ്രിന്റ് ചെയ്ത പൈസ 2000 രൂപ നമ്മുടെ ചർച്ച നോട്ട് നിരോധനം 2000 രൂപയുടെ നോട്ടിന്റെ 500 കോടി രൂപയാണ് ADMK-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴയ ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത്. അതങ്ങനെ പ്രിന്റിംഗ് പ്രസിൽ നിന്ന് നേരെ പോവായിരുന്നല്ലോ അങ്ങനെ വീട്ടിലോട്ട്. നമുക്ക് 2000 പോലും കിട്ടാൻ ഞാൻ പേടിക്കുന്നേ 2000 രൂപ സാധാരണക്കാരന് ഈ ATM-ൽ നിന്ന് കിട്ടാതെ വന്നപ്പം ഇവരുടെ കയ്യിലോട്ട് 500 കോടി സ്റ്റേറ്റ് അറിയാതെ, സ്റ്റേറ്റിന്റെ മെഷീനറി അറിയാതെ 500 കോടി രൂപ ഒരാളുടെ കയ്യിലേക്ക് ചെല്ലുവോ? ചെല്ലില്ല. അവിടാണ് അടുത്ത കറപ്ഷൻ. ഇത് മാത്രമല്ല, തിരിച്ചു വന്ന പൈസ ഒരു കാര്യം ഞാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ശരത്തിന് സൗകര്യമായില്ലേ? പണ്ടൊക്കെ 1000 നോട്ടിൽ ഇപ്പൊ 2000 രൂപയുടെ നോട്ട് കൊണ്ട് സൗകര്യമായില്ലേ? ഇപ്പൊ പുതിയ 100 നോട്ട് ഇറക്കിയിട്ടുണ്ട്. അത് പോക്കറ്റിലിട്ട ഷർട്ട് പോക്ക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ CP പോക്കറ്റിൽ ഇന്നേ വരെ 100 നോട്ട് കണ്ടിട്ടില്ല. 2000 മാത്രമേ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ 2000 വന്നുകൊണ്ടുള്ള ഗുണം പാർക്കാൻ മനസ്സിലായി. എത്ര 2000 ഒരു കെട്ടാണ് അറിയാതെ പുറത്തേക്ക് ഇവിടെ GST നോട്ട് നിരോധനം ഇതൊക്കെ തർക്കമാണ്, ഇവിടെ ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 1.5 മാസം കൊണ്ട് കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം 27. ആത്മഹത്യല്ല, കൊന്നതുകൊണ്ട് എന്റെ പൊന്നു പരമ്പര ഒന്ന് പറയാൻ അനുവദിക്കുക. നിങ്ങൾ എല്ലാം കൂടെ കീറാൻ കേട്ടാലോ? ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ ഈ തിരുവനന്തപുരം സിറ്റി ഇറങ്ങിക്കോ, കടമില്ലാത്ത ഒരു കച്ചവടക്കാരനില്ല. അതായത് സാമ്പത്തിക രംഗം ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഞാൻ ആരാ ഉത്തരവാദി? നിങ്ങൾ പരസ്പരം ചിന്തിച്ചോണ്ടാ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും മോഡിയെ കുറ്റം പറഞ്ഞെന്നോ അല്ലെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞെന്നോ കണക്കാക്കണ്ട. ജീവിക്കാൻ മാർഗമല്ല. അല്ല, സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഒരു പക്ഷേ പറഞ്ഞു, അതായത് ഇന്നത്തെ സാമ്പത്തിക രംഗം ഈ ഒരു ചർച്ചയാവുമോ? എന്താ കാരണം വെച്ചാല് UP-യിൽ അല്ലെങ്കിൽ മധ്യപ്രദേശില് അല്ലെങ്കിൽ രാജസ്ഥാനില് ആ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിലെ കാർഷിക പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച വന്നിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ പത്മകുമാറിന്റെ പാർട്ടി ഈ പറഞ്ഞ കർഷകർക്ക് പൈസ ബാങ്കിലിട്ട് കൊടുത്തത്. അല്ല, അങ്ങനെയല്ല. ഇതില് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നത്. ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ GDP വളർച്ച, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണല്ലോ, പ്രൊഡക്ഷൻ ഉണ്ടാവാതെ എങ്ങനെയാണ് GDP വളർച്ച ഉണ്ടാവുന്നത്? പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്? ഇങ്ങനെ മാജിക് കൊണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും? അല്ല, പ്രൊഡക്ഷൻ ഉണ്ടാവും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഈ വർഷത്തെ GDP-യുടെ നമ്പർ കുറവാണെങ്കിൽ അടുത്ത വർഷത്തെ ഒരു അല്പം കൂടെ കൂടുകയാണെങ്കിൽ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ ബേസ് ചെയ്താണ് GDP കൂടുന്നതൊക്കെ ഈ രാജ്യത്തെ ധനാഢ്യന്മാരുടെ എണ്ണം കൂടുന്ന, അവരുടെ സമ്പാദ്യം കൂടുന്നതുകൊണ്ടാണ് GDP-യിലൊക്കെ വളർച്ച കാണുന്നത്. തൊഴിലൊന്നും വർദ്ധിക്കുന്നില്ല, തൊഴിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്തൊരു ചോദ്യം. നിങ്ങൾ 5 വർഷം മുമ്പ് പറഞ്ഞു 15 ലക്ഷം രൂപ ഞങ്ങളുടെ $15 ലക്ഷം രൂപ വെച്ച പേരിൽ വരും എന്നുള്ളത് മോദിയുടെ പ്രഖ്യാപനമാണ്, പ്രധാനമന്ത്രിയുടെ. പറയട്ടെ,
ഹിന്ദി എന്നായിട്ട് അറിയാം. എനിക്കറിയാം, എനിക്കിതൊക്കെ കേട്ടാൽ മനസ്സിലാകുന്ന കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവനാണ്, പക്ഷെ കേട്ടോ ഇതെല്ലാം അറിയാം. അവിടെ പറഞ്ഞത് 15 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ പെട്രോളിന് സത്യത്തിൽ ഇപ്പം 72 രൂപ 73 രൂപ ഡീസലിന് ആ വിലയാക്കി. ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഓരോ മനുഷ്യൻ്റെ കയ്യിലും 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കല, ഇച്ചിരി കൂട്ടിക്കോട്ടെ അതെന്ന് എൻ്റെ മനസ്സിൽ. ഇപ്പഴാ മനസ്സിലായ 6000 ഉലുവ കൊടുക്കാവും. 30 കോടി ആളുകൾക്ക് 6000 സർക്കാർ ഖജനാവി വെച്ചിരിക്കുന്ന ഇതെവിടെ പോയി? 30 കോടി ആളുകൾക്ക് 6000 രൂപ എത്ര കൊടുത്തല്ലോ. പ്രഭാഷ്, എനിക്ക് ഇത് സീരിയസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രഭാഷിന്റെ ഒരു സഹായം വേണം. പ്രഭാഷ്, അതായത് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ശാക്തിക ചേരികളിൽ ഒരുപക്ഷെ BJP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊന്നുന്നത് പ്രതിപക്ഷ നിരയിലെ അനൈക്യമാണ്. ഒരു ഫ്രാക്ചേർഡ് വേർഡിക്റ്റ് ഇന്ത്യയിൽ സാധ്യമാണോ? അതായത് ഒരു ഹങ് ലോക്സഭയിലേക്ക് ഇത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? എന്താണ് കാണുന്നത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഈ BJP പറയുന്നത് പ്രതിപക്ഷ ഐക്യം ഇല്ലായ്മയെ കുറിച്ചാണ്. ഇത് നേരത്തെ കോൺഗ്രസും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. 1977 ഈ പ്രതിപക്ഷ ഐക്യം എന്ന് പറഞ്ഞ സംഗതി വന്നപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്ദിരാഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വലിയ കഷ്ണം, അവിടുന്ന് ഒരു ചെറിയ കഷ്ണം, ഇതെല്ലാം കൂടെ ചേർത്ത് തട്ടിക്കൂട്ടിയ മുന്നണിയാണ് പ്രതിപക്ഷം എന്നാണ് ജനതാ പാർട്ടിയുടെ വരവിൽ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാ കാലഘട്ടത്തിലും ഭരണത്തിലിരിക്കുന്ന കക്ഷി, ഡോമിനൻ്റ് ആയിട്ടുള്ള കക്ഷി പറയുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും BJP പറയുന്നത്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ചർഡ് വേർഡിക്റ്റ് ആയിക്കൂടുന്നില്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള മുന്നണി BJPക്ക് NDAക്ക് എതിരായിട്ട് ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫ്രാക്ചർഡ് വേർഡിക്റ്റ് ആകാം. പ്രത്യേകിച്ചും പ്രാദേശിക കക്ഷികളുടെ ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെയും എമർജൻസ്. അപ്പോൾ ആ ഫ്രാക്ചേർഡ് വേർഡിക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് എന്തിനു വരണമെന്ന് CPM, ഇവരൊക്കെ CPM ആളുകളാണല്ലോ പറയണം. അത് ലക്ഷണമൊത്ത ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് സംഘടനയാണ് കോൺഗ്രസ്. അവർക്ക് പറഞ്ഞോട്ടെ, ഏകാധിപത്യം എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോട്ടെ. രണ്ടാം സ്ഥലം നിങ്ങൾക്കുണ്ട്. എത്ര കേരളത്തിൽ അർത്ഥം കൊന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞോട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രമാത്രം അപമാനിച്ച ഭരണഘടനയെ തകർത്ത വേറൊരു പാർട്ടിയില്ല. അവർക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും അവകാശമില്ല എന്ന് നിയമം പാസാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോ ഒരു സംസ്ഥാന നിയമസഭയ്ക്കും അതുപോലെ പാർലമെന്റിനും കോറം വേണ്ട. ഇപ്പൊ 10% കോറം. താങ്കളുടെ പാർട്ടിയെ കുറിച്ചാണ് പറയണേ. 10% ഭരിക്കുമെന്ന് പറഞ്ഞ് നിയമം പാസാക്കിയ പാർട്ടിയാണ്. അത് ഇന്ത്യയിലെ അല്ലല്ല പോലും ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ല. കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. കാലാകാലങ്ങളിലുള്ള ഭരണഘടനാ ഭേദഗതി ദുർവ്യാഖ്യാനം പ്രധാനമന്ത്രിയുടെ ചോദ്യം ചെയ്യാൻ പാടില്ല. പത്മകുമാറിന്റെ ഭരണഘടനാ ഭേദഗതി നിയമ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുകയാണ്. ഒരു ഭരണഘടനയും ഭേദഗതി ചെയ്യാതെ ഭരണഘടനാ ലംഘനം നടത്താൻ ഇത്രയും കഴിവുള്ള സംഘപരിവാറിനെ പോലെ BJPയെ പോലെ ഭരണഘടനയ്ക്ക് അധികാരം ഉപയോഗിക്കാൻ അവരെ പോലെ നിനക്കും കഴിവുള്ള ആരും ഇവിടെ ഇല്ല. പിന്നെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. BJP വിരുദ്ധർ, സംഘപരിവാർ വിരുദ്ധർ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന മുന്നണിക്ക്
NDAക്ക് പുറത്താണ് മഹാഭൂരിപക്ഷം ജനങ്ങൾ ഉള്ളത്. അവരെ കൂട്ടി യോജിപ്പിച്ച് യാതൊരു കാരണവശാലും BJP അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ വെള്ളിയാഴ്ച ഒരു പ്രധാനമന്ത്രി, ഞായറാഴ്ച ആരുമില്ല. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സൺഡേ ഓഫ്. CPI ഒഴിച്ച് എല്ലാ പാർട്ടിയിലും പ്രധാനമന്ത്രിമാരുടെ ബാഹുല്യമാണ് ഇതിന്റെ തടസ്സം. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാരും കൂടെ ഒന്നിച്ചു നിന്നാൽ ഒരു കാരണവശാലും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമുക്ക് നഷ്ടപ്പെട്ടു. പത്തനംതിട്ടയിൽ ഒരാളെ മനസ്സിലാക്കാത്തതുകൊണ്ട് ജോർജ് ചേട്ടന് പ്രധാനമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട. ഹിന്ദി പഠിച്ചോണ്ടിരിക്കുകയാണ് മൂപ്പർ. കേരളത്തിലെ പൊളിറ്റിക്സ് നോക്കിയാൽ ഇപ്പൊ വരാൻ പോകുന്ന എവിടെ എന്നെ കാരണം മൂപ്പറെ പിടിച്ച് ഭീഷണിപ്പെടുത്തി രവി പൂജാരിയെ പുള്ളി ഹിന്ദി അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷ് തന്നെ പറഞ്ഞവരോട് ഹിന്ദി പറഞ്ഞല്ലേ പറഞ്ഞു, ഹിന്ദിയും പറഞ്ഞു ഹിന്ദിയും പറഞ്ഞു. അത് പേടിക്കണ്ട. അതെ, ഞാനത് രവി പൂജാരി അല്ലെന്നാ വിചാരിച്ചു. പിന്നീട് പോലീസുകാർ പറയുമ്പോൾ അവരാന്ന് അറിഞ്ഞത്. അപ്പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്നത് എന്താ, നിഷ്പക്ഷയുടെ വിലയിരുത്തി ഒരു തൂക്ക് ഗവൺമെന്റ് സാധ്യത നമ്മൾ കാണുന്നത്. അങ്ങനെ തൂക്ക് ഗവൺമെന്റാണ് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ള പ്രശ്നം. ഇവിടെ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രകടന മാറ്റം വരുത്തി പ്രസിഡന്റും പ്രധാനമന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ശരി, ഇതൊന്നും ചെയ്യാതെ മോദി എന്ന ബുദ്ധിമാൻ എന്താ ചെയ്തത്? ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നയാളാണെന്നുള്ള ആർക്കറിയില്ലാത്ത. ഞാൻ പറയുമ്പോൾ പ്രകടന വിരുദ്ധമായിട്ട് കണക്കാക്കണ്ട. ഇവിടുത്തെ പട്ടാള മേധാവികൾ 3 എണ്ണവും മുഴുവൻ പട്ടാളവും ഇന്നിപ്പം മോദി എന്ന പ്രധാനമന്ത്രി കൈക്കുള്ളിലാണ്. നമ്മുടെ ചീഫ് പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ചാടുന്നേ? എപ്പോഴും കിടന്ന് ചാട്ടം, അത് നിർത്തും. നിങ്ങളുടെ അണികൾ മുഴുവൻ ഇങ്ങനെ ചാഴിയായി രാജ്യം നയിച്ചു പോകും. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതലെല്ലാം ഇന്ന് പ്രധാനമന്ത്രിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, സ്വാധീനം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. കോർട്ടലക്ഷ്യം ഒന്നുമില്ല. അതായത് സുപ്രീം കോടതി പോലും ഇന്ന് മോദിക്കെതിരെ മിണ്ടാൻ പറ്റുന്ന നിലയിലല്ല എന്ന് അപ്പൊ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ CBI മുഴുവൻ മോദിയുടെ കരങ്ങളിൽ നിൽക്കുക. അതാ ഇന്ത്യ മുഴുവനായിട്ട് തന്നെ മോദി, റിസർവ് ബാങ്ക്, അതുപോലെ റിസർവ് ബാങ്കും അദ്ദേഹം ഉദ്ദേശിച്ച ആള് ഗവർണറായിട്ട് വന്നു. ഞാൻ പറയാം, ഭരണാധികാരി എന്ന് വളരെ ബുദ്ധിപരമായി ഇന്ദിരാഗാന്ധി ഒന്ന് നിർത്തട്ടെ. ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോൾ ഭരണഘടന മാറ്റിയൊക്കെ ചെയ്തെങ്കിൽ ഒരു മാറ്റവും വരുത്താതെ ഇത് മുഴുവൻ കൈവശം എടുത്താൻ പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് തൂക്ക് ഗവൺമെന്റ് വന്നാൽ എന്തെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ നിൽക്കണമെന്ന് ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചിഹ്നത്തിൽ, അതുകൊണ്ടാണ് PC ജോർജ് വിചാരിച്ചിട്ട് PJ ജോസഫിന് സീറ്റ് കൊടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടോ? അയ്യോ, നിങ്ങളല്ലേ PJ ജോസഫിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് കുറെ വാദിച്ചത് മൂപ്പർക്ക് വേണ്ടി. PJ എത്ര നല്ലവനാണ്, കല്ലപ്പെട്ടവനാണ്. അവസാനം മാറിയില്ല. അങ്ങനെ പറ്റി ഉള്ള അഭിപ്രായം അവസാനം ഞാൻ പറഞ്ഞു. ഞാൻ ചർച്ചയ്ക്കില്ല, ആരെയും മോശമാക്കാനില്ല. പറഞ്ഞാൽ നിങ്ങളൊക്കെ PJ നിങ്ങൾ തലയിലെടുത്ത് വെച്ച് താഴെ കിട്ടോ? തലയെടുത്ത് വെച്ചതല്ല, ഞാനതൊരു എൻ്റെ ഒരു മര്യാദയ്ക്ക് സ്നേഹം കാണിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് നല്ലതല്ലെന്ന് എനിക്കറിയാവുന്ന പോലെ ലോകത്താർക്കും അറിയത്തില്ലല്ലോ. അല്ല, ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പ്രഭാഷ്, നമ്മൾ അവസാനിക്കേണ്ട സമയത്തിലേക്ക് വന്നിരിക്കുന്നു. ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5 വർഷത്തെ NDA ഭരണത്തിന് കീഴിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. GST ഉൾപ്പെടെ, അല്ലെങ്കിൽ നോട്ട് നിരോധനം ഉൾപ്പെടെ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ, കർഷകരുടെ ആത്മഹത്യ ഉൾപ്പെടെ ഉള്ള സകല കാര്യങ്ങൾ, ചെറുകിട കർഷകരുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, സർവകലാശാലകളുടെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരു സ്കോർ ഷീറ്റ് തയ്യാറാക്കുകയും ആ സ്കോർ ഷീറ്റിന്റെ അടിസ്ഥാനത്തിലാകണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിലെ സമ്പന്നർ അതിസമ്പന്നരാവുകയും പാവപ്പെട്ടവർ പിന്നെയും ദരിദ്രരാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കുറെ കാലമായിട്ടുള്ളത്. ഇവിടെ ദരിദ്രർ വീണ്ടും ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തട്ടുകാരുടെ ജീവിതം, മുമ്പൊക്കെ ഇടത്തട്ടുകാർക്ക് സാമാന്യം നന്നായിട്ട് ജീവിക്കാമായിരുന്നു. അവരുടെ ജീവിതം, ഇടത്തരം കച്ചവടക്കാരുടെ ജീവിതം, അവരുടെ ബിസിനസ് അതൊക്കെ തകർച്ചയിലാണ്. ഇവരൊക്കെയാണ്
ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത ഗവൺമെന്റ് ആര് എന്ന് തീരുമാനിക്കേണ്ടത് ലാല ഒരു ഒറ്റ വാചകം. 2019 ഒരു പ്രോഗ്രസ് കാർഡ് മോഡിജി കാണിക്കുമെന്ന് പറഞ്ഞു. ആ പ്രോഗ്രസ് കാർഡിനെ അടിസ്ഥാനപ്പെടുത്തി മാന്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് BJP തയ്യാറാവും. 2019 ഈ ഇലക്ഷൻ വരുമ്പോ നമ്മൾ ഒരു സ്കോർ ഷീറ്റ് ഉണ്ടാക്കുന്നതിന് കൂടെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഉള്ളിൽ തന്നെ, അതായത് നേതാക്കളാണല്ലോ നയിക്കുന്നത്. അപ്പൊ യുവാക്കളെ തന്നെ ഇതാക്കുമ്പോ ഇപ്പൊ കൂടുതൽ പൊളിറ്റിക്കൽ കില്ലിങ്സ് ഉണ്ടാവാൻ കാരണം തന്നെ ആശയങ്ങളും എല്ലാം യുദ്ധം ചെയ്യുന്നത് മനുഷ്യരുമാണ്. അപ്പൊ അത് മാറ്റാനുള്ള ഒരു ഇതും പിന്നെ അതേപോലെ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ BJP-നെ നേരിടാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന്റെ ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിനാണ് ഒരു പക്ഷേ നമ്മൾ കാതോർക്കുന്നത്. അതിനുള്ള കളമാണ് ഒരുങ്ങിയിരിക്കുന്നത്. കേരളം നൽകാൻ പോകുന്ന ഒരു സംഭാവന ചൂണ്ടുപലക എന്തായിരിക്കും? ഞാൻ മലയാളി ചർച്ച ഇവിടെ അവസാനിക്കും.